അൽ കസ്ബ്, സമ്പാദിക്കൽ, പണം സമ്പാദിക്കൽ. 8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ്. നമ്മൾ ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമാണ്. പണം സമ്പാദിക്കണം, എന്നാൽ മാത്രമേ നല്ല നിലയിൽ ജീവിക്കാൻ കഴിയൂ. അതിനെപ്പറ്റിയാണ് പണം സമ്പാദനത്തെക്കുറിച്ചുള്ളൊരു പാഠമാണിത്. അൽ ഹിമ്മത്ത് വൽ അസീമത്ത്, അഭിലാഷവും ദൃഢനിശ്ചയവും. അൽ ഹിമ്മത്ത് എന്നാൽ അഭിലാഷം, ആഗ്രഹം. അസീമത്ത് ദൃഢനിശ്ചയം. ഇതൊരു സഹാബിയുടെ കഥയാണ്. വായിച്ചു നോക്കാം. വുലിദ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ബി മക്കത്തൽ മുക്കറമ ബഅദ ആമിൽ ഫീൽ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആമുൽ ഫീലിന് ശേഷം മക്കയിൽ ജനിച്ചു. ആമുൽ ഫീൽ അറിയാമല്ലോ, ആനക്കലഹ വർഷം. ആമുൽ ഫീലിലാണ്, ആ വർഷമാണ് പ്രവാചകൻ ജനിച്ചത്. അതിന് ശേഷമാണ് ഇദ്ദേഹം ജനിച്ചത്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. കാന യുക്കന്ന ബി അബി മുഹമ്മദിൻ, അദ്ദേഹം അബൂ മുഹമ്മദ് എന്നാണ് കുഞ്ഞത്ത് നൽകപ്പെട്ടത്. എന്താണ് കുഞ്ഞത്ത്? അറബികളുടെ പേര് നമ്മൾ നോക്കിയാൽ പലരുടെയും പേരുകൾ അബു അല്ലെങ്കിൽ ഇബ്നു, ഉമ്മു എന്നൊക്കെ വെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുന്ന പേരിനാണ് കുഞ്ഞത്ത് എന്ന് പറയുക. ഉദാഹരണത്തിന് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അബൂബക്കർ എന്ന പേര് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അബ്ദുള്ള എന്നാണ്. അതേപോലെ ശരിയായ പേര് ഉണ്ടായിരിക്കെ അറബികൾ പൊതുവെ കുഞ്ഞത്താണ് സ്വീകരിക്കുക. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത് അബൂ മുഹമ്മദ് എന്നാണ്. കൂടുതൽ പേരും കുഞ്ഞത്തിലാണ് കൂടുതൽ അറിയപ്പെടുക. എന്നാൽ ചിലരൊക്കെ സ്വന്തം പേരിലും അറിയപ്പെടും. പ്രവാചകൻ മുഹമ്മദിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, പക്ഷേ കുഞ്ഞത്ത് അബൂ ഖാസിം എന്നാണ്. എന്നാൽ മുഹമ്മദ് എന്ന പേരിൽ തന്നെയാണ് പ്രവാചകൻ അറിയപ്പെടുന്നത്. അതേപോലെ ഓക്കെ. ഇസ്തഹറബി എളമി സർവത്തിഹി, ഇദ്ദേഹവും അതേപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. കുഞ്ഞത്ത് അബൂ മുഹമ്മദ് എന്നാണ്. ഇസ്തഹറബി എളമി സർവത്തിഹി, അദ്ദേഹത്തിൻ്റെ മഹത്തായ സമ്പത്ത് കൊണ്ട് അദ്ദേഹം പ്രശസ്തനാണ്. അദ്ദേഹം വലിയ സമ്പന്നനാണ്. കമസ്തഹറബി കസറത്തി ഇൻഫാഖിഹി, സമ്പത്ത് കൊണ്ട് മാത്രമല്ല, ആ സമ്പത്ത് ചിലവഴിക്കുന്നതിലും അദ്ദേഹം പ്രശസ്തനാണ്. കമസ്തഹറ, അതേപോലെ തന്നെ അദ്ദേഹം പ്രശസ്തനായതുപോലെ ഏതുകൊണ്ട്? ബി കസറത്തി ഇൻഫാഖിഹി, ധാരാളം ചിലവഴിക്കൽ കൊണ്ട് പ്രശസ്തനായതുപോലെ. എന്ന് വെച്ചാൽ ഒരുപാട് പണമുണ്ട്, ആ പണം ധാരാളമായി പാവങ്ങൾക്കും മറ്റും ചിലവഴിക്കും. അദ്ദേഹം പിശുക്ക് കാണിക്കാറില്ല. ഹാജർ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മിൻ മക്കത്തൽ മുക്കറമത്തി ഇലൽ മദീനത്തിൽ മുനവ്വറ, അദ്ദേഹം ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയവരുടെ കൂട്ടത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. ഹാജറ, അദ്ദേഹം ഹിജറ പോയി. മിൻ മക്ക ഇല മദീന, മക്കയിൽ നിന്ന് മദീനയിലേക്ക്. എങ്ങനെയാണ് ഹിജറ പോയത്? താരിക്കൻ അംവാലഹു അത്തായിലത്ത, തൻ്റെ വലിയ ഭീമമായ സമ്പത്ത് ഉപേക്ഷിച്ചുകൊണ്ട്, താരിക്കൻ ഉപേക്ഷിച്ചുകൊണ്ട്, അംവാലഹു തൻ്റെ സ്വത്തുകൾ, തൻ്റെ സമ്പത്തുകൾ, അത്തായിലത്ത ഭീമമായ വലിയ സമ്പത്തുകൾ മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം മദീനയിലേക്ക് ഹിജറ പോയത്. ഹിജറ പോയത് എങ്ങനെയാണ്? എല്ലാവരും ഹിജറ പോകുന്നത് തങ്ങളുടെ സ്വത്തുക്കളും മറ്റും മക്കയിൽ ഇട്ടേച്ച് പോവുകയാണ്, ഒന്നും കൂടെ കൊണ്ടുപോയിട്ടില്ല. പണമൊക്കെ ഇന്ന് കൊണ്ടുപോകുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരുപാട് പണം ഉണ്ടാവും അല്ലേ? സ്വർണ്ണ നാണയമാണ്, ചാക്ക് കണക്കിനുണ്ടാകും. അതൊന്നും തലയിലേറ്റ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, കറൻസി അല്ലല്ലോ. സ്വർണ്ണ നാണയം, വെള്ളി നാണയമൊക്കെയാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ മക്കയിൽ ഉപേക്ഷിച്ചാണ് പോയത്. പിന്നെ തൊലബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹു, റസൂലുള്ളാഹി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. തൊലബ മിൻഹു, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അൻ യസ്കുന മഅ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഫി ബൈത്തിഹി, സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ താമസിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആളുകൾ എവിടെയാണ് താമസിച്ചത്? മദീനയിലുള്ളവരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഓരോ ആളും മദീനക്കാരായ അൻസാരികളുടെ വീട്ടിൽ, ഓരോരുത്തരുടെ വീട്ടിൽ താമസിച്ചു. അങ്ങനെ അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് താമസിക്കാൻ കിട്ടിയത് ആരുടെ വീടാണ്? സഅദ് ബിനു റബീഇൻ്റെ വീടാണ്. അങ്ങനെ അക്രമഹു സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആദരിച്ചു. ബിളിയാഫത്തിഹി, അദ്ദേഹത്തെ ആതിഥ്യം അരുളിക്കൊണ്ട് ആദരിച്ചു അദ്ദേഹം. എന്ന് വെച്ചാൽ നന്നായി അതിഥി സൽക്കാരം നൽകി സ്വീകരിച്ചു. വക്കാല, എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറഞ്ഞു, ഇന്നി അക്സറുൽ അൻസാരി മാലൻ, അൻസാരികളിൽ ഏറ്റവും ധനികനാണ് ഞാൻ. അൻസാരികളിൽ
ഏറ്റവും പണക്കാരനാണ് ഞാൻ. അക്സറുൽ അൻസാരി മാലൻ, മാലുകൊണ്ട് അൻസാറുകളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എനിക്കാണ്. വലോ കസംതു മാലി നിസ്ഫൈനി, ഞാൻ എൻ്റെ ധനം, എൻ്റെ സ്വത്ത് ഞാൻ രണ്ടായി പകുത്താൽ, ഫഹുദ് അഫ്ളലഹുമ, അതിൽ ഏറ്റവും നല്ല ഭാഗം, രണ്ടായി പകുത്താൽ അതിൽ നല്ല ഭാഗം താങ്കൾ എടുത്തോളൂ. യക്കുൻ ഖാലിസൻ ലക്ക, അത് താങ്കൾക്ക് ഉപകാരപ്പെടും, അത് താങ്കൾക്കുള്ളതാണ്. രണ്ട് ഭാഗമായി ഞാൻ പകുത്ത് നൽകാം, ഒരു ഭാഗം എനിക്കും ഒരു ഭാഗം താങ്കൾക്കും, നല്ല ഭാഗം താങ്കൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു. ഫക്കാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, ലാ ഹാജത്ത് ലി ഇലാ ദാലിക, എനിക്കതിൻ്റെ ആവശ്യമില്ല. സ്നേഹത്തോടെ പറഞ്ഞതാണ്. ദുല്ലൂനി അല സൂഖി, എനിക്കിവിടെയുള്ള മാർക്കറ്റ് എവിടെയാണെന്ന് അറിയിച്ചു തന്നാൽ മതി. പണം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം, ഞാൻ കച്ചവടം ചെയ്ത് പണം സമ്പാദിച്ചു കൊള്ളാം, എനിക്ക് താങ്കളുടെ ധനം തരേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അൻസാരികൾ തങ്ങളുടെ വീടും തങ്ങളുടെ ധനവും എല്ലാം പകുതിയായി ഭാഗിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹാജിറുകൾക്ക് നൽകുകയാണ് ഉണ്ടായത്. എന്നാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് കിട്ടിയ സഹോദരൻ പകുതിയായി നൽകിയെങ്കിലും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അത് സ്വീകരിച്ചില്ല. അദ്ദേഹം സ്വയം കച്ചവടം ചെയ്ത് സമ്പാദിക്കും എന്ന് പറഞ്ഞു. എനിക്ക് മാർക്കറ്റ് കാണിച്ചു തരൂ. അങ്ങനെ മാർക്കറ്റ് കാണിച്ചു കൊടുത്തു. ദഖല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അസ്സൂഖ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മാർക്കറ്റിൽ പ്രവേശിച്ചു, അങ്ങാടിയിൽ പ്രവേശിച്ചു. വഹുവ ലാ യംലികു സിവൽ ഹിമ്മത്തി വൽ അസീമത്തി, അദ്ദേഹത്തിൻ്റെ അഭിലാഷവും ദൃഢനിശ്ചയവുമല്ലാതെ ഒന്നും ഉടമപ്പെടുത്തിയിരുന്നില്ല ആ സമയത്ത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പണവും സ്വത്തുക്കളും മുഴുവൻ മക്കയിൽ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല. അതായത് ഒരു കച്ചവടം തുടങ്ങാനുള്ള പൈസയൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ചെറിയ 1-2 ദിവസത്തെ ചിലവിനുള്ള പൈസ മാത്രമേ കയ്യിലുണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം അവിടെ ഉപേക്ഷിച്ച് വന്നതാണ്. പിന്നെ എന്താണ് കയ്യിലുള്ളത്? മനക്കരുത്തും അഭിലാഷവും, എങ്ങനെയെങ്കിലും നേടിയെടുക്കണം, വളരണം എന്നുള്ള ആഗ്രഹവുമുണ്ട്. അത് നേടാനുള്ള മനക്കരുത്തും അല്ലെങ്കിൽ ദൃഢനിശ്ചയവുമുണ്ട്. അങ്ങനെ സിവ അൽ ഹിമ്മത്തി വൽ അസീമത്തി, ദൃഢനിശ്ചയവും ആഗ്രഹവും അല്ലാതെ ഒന്നുമില്ല. ഫി തഹഖീഖിൻ നജാഹി, വിജയം യാഥാർത്ഥ്യമാക്കുന്നതിലുള്ള ദൃഢനിശ്ചയം. വൽ വുസൂൽ ഇലൽ ഹദഫി, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ദൃഢനിശ്ചയം. അതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ള സമ്പാദ്യം. വക്കാല ഫി നഫ്സിഹി, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ലൻ യസ്കുത്തൽ മുജിദ്ദു, അധ്വാനിക്കുന്നവൻ വീഴുകയില്ല. ലൻ യസ്കുത്ത, വീഴുകയില്ല, അൽ മുജിദ്ദു, കഠിനാധ്വാനി. അങ്ങനെ അഹദ യതജവ്വലു ഫി സൂഖി, അദ്ദേഹം മാർക്കറ്റിൽ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അഹദ എന്ന് പറഞ്ഞാൽ തുടങ്ങി, അതായത് അഹദയുടെ ശേഷം ഒരു മുളാരിയായ ഫീല് പറഞ്ഞാൽ ആ ഫീല് ചെയ്യാൻ തുടങ്ങി എന്ന് അർത്ഥം കിട്ടും. തജവ്വല മീൻസ് ചുറ്റിക്കറങ്ങി. അഹദ യതജവ്വലു, അദ്ദേഹം ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ഫിസൂക്കി, അങ്ങാടിയിൽ. എന്തിനു വേണ്ടിയാണ് അങ്ങാടിയിൽ ചുറ്റിയടിക്കുന്നത്? കൈ അരിഫ, മനസ്സിലാക്കാൻ വേണ്ടി. കൈ അരിഫ, മനസ്സിലാക്കാൻ വേണ്ടി. മാ യഹ്താജുഹു ഇലൈഹിന്നാസു, ജനങ്ങൾക്ക് ആവശ്യമുള്ളത്. മാ, ഒന്ന്, മനസ്സിലാക്കാൻ വേണ്ടി. ഏതൊന്ന്? യഹ്താജു ഇലൈഹിന്നാസു, ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒന്ന്. മീൻസ് ജനങ്ങൾക്ക് ആവശ്യം എന്താണോ അത് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം മാർക്കറ്റിൽ ചുറ്റി സഞ്ചരിച്ചു. എന്നുവെച്ചാൽ എന്താണോ ജനങ്ങൾക്ക് കൂടുതലായിട്ട് ഇവിടെ ആവശ്യമായിട്ടുള്ളത്, അതേസമയം ആ വസ്തു മാർക്കറ്റിൽ കൂടുതലായി ലഭ്യമാകാത്തതുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കച്ചവടം തുടങ്ങാം എങ്ങനെയെങ്കിലും. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി എന്താണ് ജനങ്ങൾക്ക് ആവശ്യമെന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഖാമ ബിഷിറാ ഇൽ ഹിബാലി, കയറുകൾ വാങ്ങി. വസിനാഅത്തി ഇഖാലിൽ ബഈരി, എന്നിട്ട് ഇഖാലുൽ ബഈർ നിർമ്മിച്ചു. ബൈഇഹി, എന്നിട്ടത് വിറ്റു. ഇഖാലുൽ ബൈർ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ കാൽമുട്ടിന് താഴെ കെട്ടുന്ന ഒരു കെട്ടാണ്, ഒരു കയറ്, പ്രത്യേക തരത്തിൽ ഉണ്ടാക്കിയ ഒരു കയറാണത്. അത് അദ്ദേഹം നിർമ്മിച്ചു കയറ് വാങ്ങിയിട്ട്. എന്നിട്ടത് വിറ്റു. അങ്ങനെ അദ്ദേഹം കച്ചവടം ചെയ്യാൻ തുടങ്ങി. ഇവിടെ കാമ എന്ന് കാണാം അല്ലേ? കാമ എന്നാൽ നിന്നു എന്നാണ് അർത്ഥം. കാമയുടെ ശേഷം ബി വന്നാൽ നിർവഹിച്ചു, ചെയ്തു എന്ന അർത്ഥം കിട്ടും. ഇവിടെ കാമ ബി ഷിറായി മീൻസ് വാങ്ങൽ നിർവഹിച്ചു, അതായത് വാങ്ങി. ഷിറാ എന്ന് പറഞ്ഞാൽ വാങ്ങൽ. കാമ ബി ഷിറാ ഇൽ ഹിബാലി, കയർ അദ്ദേഹം വാങ്ങി. ഹബലിൻ്റെ ജമാണ് ഹിബാൽ, കയറുകൾ അദ്ദേഹം വാങ്ങി. വസിനാത്തി എന്ന് പറഞ്ഞാൽ
വ കാമ ബി സിനാഅത്തി, ആ വാവ് കാമയിലേക്കാണ് മടങ്ങുന്നത്. അപ്പോൾ വ കാമ ബി സിനാഅത്തി ഇഖാലിൽ ബൈരി, ഇഖാലുൽ ബൈറിൻ്റെ നിർമ്മാണം നിർവഹിച്ചു. സിനാഅത്ത് മീൻസ് നിർമ്മാണം, അതായത് അദ്ദേഹം ഇഖാലുൽ ബൈരി നിർമ്മിച്ചു. പിന്നെയോ വ കാമ ബി ബൈഇഹി, എന്നിട്ടത് വിറ്റു. ഓക്കെ, വാവ് ഇട്ടുപോയാൽ അതിൻ്റെ മുമ്പിലുള്ളതിലേക്ക് എന്ത് ചെയ്യണം, ചേർക്കണം. അങ്ങനെ അദ്ദേഹം കയറ് വാങ്ങി ഇഖാലുൽ ബൈർ നിർമ്മിച്ചു, അത് വിറ്റു. കാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു റജുലൻ മുഹിബ്ബൻ ലി ഖൗമിഹി, തൻ്റെ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. വ ഖുദ്വത്തൻ ലിൽ അഗ്നിയായി, സമ്പന്നർക്കൊരു മാതൃകയായിരുന്നു അദ്ദേഹം. ഇന്നഹു തസദ്ദഖ ബി അംവാലിഹി അലൽ ഫുഖറാഇ വൽ മസാക്കീൻ, അദ്ദേഹം തൻ്റെ ധനം മിസ്കിന്മാർക്കും ഫക്കീർമാർക്കും ദാനം ചെയ്തു. തസദ്ദഖ, ദാനം ചെയ്തു. തുവഫിയ ആമ സലാസത്തി വസലാസീന ഹിജ്രിയ, ഹിജ്റ 33 അദ്ദേഹം മരണപ്പെട്ടു. വക്കാന ഉംറുഹു ഹീന വഫാത്തിഹി, മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയായിരുന്നു? 75 വയസ്സായിരുന്നു. വദുഫിന ഫിൽ ബഖീ ബിൽ മദീനത്തിൽ മുനവ്വറ, മദീനയിലെ അൽ ബഖീയിലാണ് അദ്ദേഹം മറവ് ചെയ്യപ്പെട്ടത്. ഇനി നുനാഖിഷു വ നുജീബ്, നമുക്ക് ചർച്ച ചെയ്ത് ഉത്തരം എഴുതാം. കൈഫ നജഹ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഫി തിജാറത്തിഹി, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തൻ്റെ കച്ചവടത്തിൽ എങ്ങനെയാണ് വിജയിച്ചത്? വിജയിച്ചത് ദൃഢനിശ്ചയവും അഭിലാഷവും ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ നജഹ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഫി തിജാറത്തിഹി, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തൻ്റെ കച്ചവടത്തിൽ വിജയിച്ചു. എങ്ങനെ? ബി ഹിമ്മത്തിഹി വ ഹസീമത്തിഹി, ബിൽ ഹിമ്മത്തി വൽ ഹസീമത്തി എന്ന് എഴുതിയാൽ മതി. നജഹ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഫി തിജാറത്തിഹി ബിൽ ഹിമ്മത്തി വൽ അസീമത്തി, ദൃഢനിശ്ചയവും അഭിലാഷവും കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത്. മൻ കാല വലിമൻ, ആരോട് പറഞ്ഞു? ലാ ഹാജത്തലി ഇലാ ദാലിക ദുല്ലൂനി അലസൂക്കി, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് മാർക്കറ്റ് കാണിച്ചു തരൂ, മാർക്കറ്റിനെ കുറിച്ച് അറിയിച്ചു തരൂ എന്ന് ആരാണ് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? ആരാ പറഞ്ഞത്? കാല ഹാദൽ കലാമ, ഈ കലാമ് പറഞ്ഞു, ഈ സംസാരം പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ് ഇത് പറഞ്ഞത്. ആരോട്? ലി സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ റബീഅനോട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞതാണ് ഇത്. ഓക്കെ, ഇനി ഇതിൻ്റെ തംരീനാത്ത് അടുത്ത വീഡിയോയിൽ പറയാം.